ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗായത്രി ദേവി ഉറക്കമുണർന്നിട്ടുണ്ട്. ചുറ്റും നോക്കുമ്പം സ്ഥലം ഏതാണെന്നൊന്നും അവർക്ക് മനസ്സിലാവില്ല. അവരുടെ ബാഗ് എവിടെ ഇരിക്കുന്നത് കണ്ട് അതെടുത്ത് കൈ പിടിക്കും. ഈ സമയമാണ് ജയരാമൻ അങ്ങോട്ട് വരുന്നത്. ജയരാമൻ ചോദിക്കുന്നുണ്ട്, ആഹാ ഗായത്രി എഴുന്നേറ്റോ? ഇടയ്ക്ക് ഞാൻ വന്ന് നോക്കിയപ്പോൾ കണ്ണു തുറന്നിട്ട് അന്നേരം തന്നെ മയങ്ങി. ഇപ്പം എങ്ങനെയുണ്ട്? നിന്നെ കൊണ്ട് വരുന്ന വഴി ഞാൻ ഹോസ്പിറ്റലിൽ കയറിയിരുന്നു. പക്ഷേ കുറേ ടെസ്റ്റുകൾ പറഞ്ഞു. അതിനുള്ള പൈസയൊന്നും എൻ്റെ കയ്യിലില്ല. എന്നാലും ഇനി ഞാൻ ഗായത്രി എവിടെയും വിടില്ല. ഞാൻ പൊന്നു പോലെ നോക്കിക്കോളാം. എനിക്ക് സന്തോഷത്തോടെ നിൻ്റെ കൂടെ കഴിയണം. അങ്ങനെ ഓരോന്നും പറയും. പക്ഷെ ഗായത്രി ആണെങ്കിൽ അയാൾ പറയുന്ന ഒന്നും മനസ്സിലാവാത്ത പോലെ നോക്കുന്നത്. ലാസ്റ്റ് അവൾ പറയുന്നുണ്ട്, നിങ്ങൾ ആരാ? ഈ റൂമിൽ നിന്ന് ഇറങ്ങി പോകാൻ പറഞ്ഞ് ഒച്ച വെക്കും. ജയരാമൻ സങ്കടത്തോടെ പുറത്തേക്ക് ഇറങ്ങി പോകും. ഗായത്രി ചുറ്റും നോക്കുമ്പോഴാണ് ടേബിളിൽ ഇരിക്കുന്ന അവരുടെ ഫാമിലി ഫോട്ടോ കാണുന്നത്. അതെടുത്ത് സംശയത്തോടെ ഗായത്രി എല്ലാവരും ഒന്ന് നോക്കുന്നുണ്ട്. പിന്നെ ജനലിലൂടെ വന്ന് പുറത്തിരിക്കുന്ന ജയരാമനെ നോക്കും. ഈ സമയം ജയരാമൻ ചിന്തിക്കുന്നുണ്ട്, ദൈവമേ നീ എന്നെ ശിക്ഷിച്ച് കഴിഞ്ഞില്ലേ, ഇനി ഈ പാപിയെ ശിക്ഷിക്കാനാണോ എന്നൊക്കെ. ആ സമയമാണ് ഗായത്രി ജയരാമൻ്റെ തോളിൽ വന്ന് കൈവെക്കും. ജയരാമന് അത് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ്. പെട്ടെന്ന് തന്നെ അയാൾ ചാടി എഴുന്നേക്കും. ഗായത്രി നിനക്കെല്ലാം ഓർമ്മ വന്നു എന്ന് ചോദിക്കും. ഗായത്രി എന്ന ആ ഫാമിലി ഫോട്ടോ കാണിച്ചിട്ട് അഭിയെ തൊട്ട് അഭി എന്ന് പറയും. ജയരാമൻ പറയും, അതെ അഭിഷേക്, നമുക്ക് ജനിച്ച നമ്മളുടെ മോനാ അഭിഷേക്. ഗായത്രി പറയും, അഭി എവിടെയാ? എനിക്ക് അഭിയെ കാണണം. ജയരാമൻ പറയും, ഞാൻ കാണിക്കാലോ അഭിയെ. ദേ ഈ ഇരിക്കുന്നത് ഞാനാ, ജയരാമൻ, നിന്റെ ഭർത്താവ്. അവൾ ചോദിക്കും, ഭർത്താവോ? ജയരാമൻ പറയും, അതെ, നമ്മൾ സ്നേഹിച്ച് കല്യാണം കഴിച്ചവരാ. നിനക്കൊന്നും ഓർമ്മയില്ലേ? പല കാര്യം ജയരാമൻ പറയുമെങ്കിലും ഗായത്രിക്ക് അതൊന്നും ഓർത്തെടുക്കാൻ പറ്റില്ല. അവൾ അഭി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് അഭിയെ കാണണമെന്ന് മാത്രമാണ് പറയുന്നത്. അയാളുടെ ഇന്ന് ഫോട്ടോയും വാങ്ങി അവർ അഭി എന്നും പറഞ്ഞ് നടക്കും. ജയരാമൻ ഗായത്രിയുടെ അടുത്ത് എന്ന് പറയും, അഭി ഇങ്ങോട്ട് വരും, നിന്നെ കാണാൻ അഭി ഇവിടെ വരാന്നാ പറഞ്ഞേക്കുന്നത്. അവൻ വരുമെന്ന് ഗായത്രി ചോദിക്കുമ്പോൾ ഉറപ്പായിട്ടും വരും, നീ വാ, അതുവരെ അകത്ത് എന്നിരിക്കുന്ന പറഞ്ഞ് ഗായത്രിയെ അകത്ത് കൊണ്ടേ ഇരുത്തും. ജയരാമനും എന്ത് വേണമെന്ന് അറിയില്ല. ഗായത്രിയാണെങ്കിൽ അഭി എന്ന് പറഞ്ഞു തന്നെയാണ് ഇരിക്കുന്നത്. രാഹുൽ നല്ല സന്തോഷത്തിൽ പ്രണയഗാനം എല്ലാം പാടിയാണ് പുറത്തു പോകാൻ റെഡിയാകുന്നത്. നീന അങ്ങോട്ട് ചെല്ലുന്നുണ്ട്. എങ്ങോട്ട് പോവാന്ന് തിരക്കി. രാഹുൽ പറയുന്നുണ്ട്, എനിക്ക് പോകാൻ പല സ്ഥലവും ഇല്ലേ, അതൊക്കെ നിന്നെ അറിയിക്കണമെന്ന്. നീന പറയുന്നുണ്ട്, എന്നോട് പറഞ്ഞിട്ട് പോയാൽ മതി. അത് ആരുടെ ഉത്തരവാന്ന് ചോദിക്കുമ്പോൾ അവൾ പറയും മമ്മയുടെയാണ്. അത് കേൾക്കുമ്പോൾ തന്നെ രാഹുലിന് ദേഷ്യം വരും. നിന്റെ മേലെ എന്തൊക്കെ കുറ്റം ചുമത്തിയാ നിന്നെ ജയിലിലാക്കിയെന്ന് അറിയാലോ. അവിടുന്ന് നിന്നെ പുറത്തു കൊണ്ടുവന്നത് മമ്മ ഒറ്റ ഒരാളാ. അതിന്റെ കൂടെ നിനക്ക് നാട് നീളെ ശത്രുക്കളും. നീ എങ്ങോട്ടാ പോകുന്നതെന്ന് മമ്മ അറിഞ്ഞിരിക്കണ്ടേ? രാഹുൽ ചോദിക്കും, പറഞ്ഞില്ലെങ്കിൽ എന്ത് ചെയ്യും? നീന പറയും, കാറെടുത്ത് ഞാനും പിന്നാലെ വരും. അങ്ങനെയാ മമ്മ പറഞ്ഞേക്കുന്നത്. ശരി, നീ പറയണ്ട, ഞാനും എന്താണേലും പുറത്തേക്ക് പോകാൻ റെഡിയായി നിൽക്കുക. നിന്റെ ഒപ്പം ഞാനും വരാം. രാഹുൽ ചോദിക്കും, നീ എന്തിനാ നീന എൻ്റെ കൂടെ വരുന്നത്? നീന ചോദിക്കും, ഞാൻ വരാൻ പാടില്ലാത്ത ഏത് സ്ഥലത്തേക്കാ നീ പോകുന്നത്? എനിക്കിഷ്ടമില്ലാത്ത പല സ്ഥലത്തേക്കും നീ എന്നെ നിർബന്ധിച്ച് കൊണ്ടുപോയിട്ടില്ലേ? ബാറ്, പബ്ബ്, ബെല്ലി ഡാൻസ്. രാഹുൽ പറയും, നീന അങ്ങനെ ഒരു ആഘോഷത്തിനൊന്നും അല്ല ഞാനിപ്പം പോകുന്നത്. റാംമോഹൻ്റെ വീട്ടിലേക്കാണ് ഞാൻ പോകുന്നത്. നീന ദേഷ്യത്തോടെ പറയും, ഇഷയുടെ വീട്ടിലേക്കാന്ന് പറ രാഹുൽ. അവൻ ചോദിക്കും, നീ എന്തിനാ നീന എല്ലാം ഇങ്ങനെ നെഗറ്റീവായിട്ട് കാണുന്നത്? അവൾ പറയും, പോസിറ്റീവായിട്ടുള്ളത് ഇന്നലെ നിന്റെ ഫോണിൽ ഞാൻ കണ്ടു. എന്ത് കണ്ടു എന്ന് രാഹുൽ ചോദിക്കുമ്പോൾ നീന പറയും, നിന്റെ ഫോണിൽ നീ ഒളിപ്പിച്ച് വെച്ച പലതും ഞാൻ കണ്ടെത്തി. ഓരോ ആപ്പിനും ഓരോ പാസ്വേഡ്. 2519 അതല്ലേ നിന്റെ പാസ്വേഡ്? അത് കേൾക്കുമ്പോൾ രാഹുൽ ഒന്ന് ഞെട്ടുന്നുണ്ട്. അവൻ ചോദിക്കും, നീ ഇത് എങ്ങനെ കണ്ടെത്തി? നീന പറയും, മദ്യത്തിൽ മുങ്ങി ജീവിക്കുന്ന ഒരാൾക്ക് രഹസ്യങ്ങൾ സൂക്ഷിക്കാൻ ബുദ്ധിമുട്ടാണ് രാഹുൽ. വെളിവില്ലാത്ത നീ മൊബൈൽ കൈകാര്യം ചെയ്യുമ്പോഴൊക്കെ ഞാൻ അടുത്തുണ്ടെന്നുള്ള കാര്യം നീ മറന്നുപോയി. രാഹുൽ പറയും, നീന ഇത് വളരെ ചീപ്പായി പോയി. അവൾ ചോദിക്കും, നീ അതിനുള്ളിൽ സൂക്ഷിച്ചേക്കുന്ന ഫോട്ടോസാണോ അതോ ഞാനാണോ ഇപ്പം ചീപ്പായത്? ഇഷയുടെ എത്ര ഫോട്ടോസാണ് രാഹുൽ അതിനകത്തുള്ളത്? ഫംഗ്ഷൻസിന്റെ മാത്രമാണെങ്കിൽ പോട്ടെ എന്ന് വെക്കാം. ഇതങ്ങനെയാണോ? അവൾ അറിയാതെ എടുത്തതും വാതിലിന്റെ മറവിൽ നിന്ന് എടുത്തതും വളരെ മോശമായിപ്പോയി. ഇത്രയും ഫോട്ടോസ് നീ കൈ സൂക്ഷിച്ചിട്ടെന്താ, അവളുടെ ഫാൻ ക്ലബ് ഉണ്ടാക്കാൻ പോവാണോ? എനിക്ക് മനസ്സിലായി രാഹുൽ, നിനക്ക് എന്നോടുള്ള കമ്പമൊക്കെ പോയി. അല്ലെങ്കിലും നിന്റെ ക്യാരക്ടർ ഞാൻ മനസ്സിലാക്കേണ്ടതായിരുന്നു. വണ്ടിയാണെങ്കിലും ഡ്രസ്സാണെങ്കിലും കുറച്ച് നാളത്തേക്കല്ലേ നിനക്കതിന്റെ ക്രേസ് ഉണ്ടാവത്തുള്ളൂ. ആ കൂട്ടത്തിലാ നിനക്ക് പെണ്ണുങ്ങളും. ഞാന് അതിലൊരാൾ മാത്രം, വെറും ഒരു പെണ്ണ്. സ്വത്തിന് വേണ്ടി ആയിരുന്നില്ല നീ ഇഷയെ കല്യാണം കഴിച്ചത്, അവളോടുള്ള കമ്പം കൊണ്ട് മാത്രമായിരുന്നു. അതുകൊണ്ടാ പുറംകാലം കൊണ്ട് ചവിട്ടി എറിഞ്ഞിട്ടും നിനക്കിപ്പോഴും അവള് തന്നെ ദേവത. ഞാനോ വെറും ഒരു മണ്ടി. രാഹുൽ പറയും, നീന അത് നീ കരുതുന്ന പോലെ ഒന്നും അല്ല. മോളെ പ്ലീസ്, ഞാൻ പറയുന്നത് നീ ഒന്ന് മനസ്സിലാക്ക്. അത് ആ റാംമോഹനെ കാണിക്കാൻ വേണ്ടി, അയാളുടെ സ്വത്ത് തട്ടിയെടുക്കാൻ വേണ്ടി വെറും ഒരു നാടകമായിരുന്നു. അയാളെ ശ്രദ്ധിക്കാൻ വേണ്ടി ഞാൻ പലപ്പോഴും അവളുടെ ഫോട്ടോയിൽ നോക്കി താടിക്ക് കൈയും കൊടുത്തിരിക്കുമായിരുന്നു.
അല്ലെങ്കിൽ ആരെങ്കിലും സ്വന്തം ഭാര്യയുടെ ഫോട്ടോയിൽ നോക്കി പ്രണയത്തോടെ ഇരിക്കുവോ? നീന അവനെ ഒന്ന് നോക്കുമ്പം പെട്ടെന്ന് അവനൊന്ന് പതറും. എന്നിട്ട് പറയും, അല്ല നീന, ഞാൻ നിന്റെ കാര്യം അല്ല ഉദ്ദേശിച്ചത്, എനിക്കെല്ലാം മനസ്സിലായി രാഹുൽ എന്ന് അവള് പറയുമ്പം രാഹുൽ പറയും, നീന നിനക്ക് വിശ്വാസമായില്ലെങ്കിൽ ആ ഫോൾഡർ തന്നെ ഞാൻ ഇപ്പം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞേക്കാം. ആ സമയം സോനാദേശായി അങ്ങോട്ട് വരും. രാഹുൽ ആ ഫോൾഡർ ഡിലീറ്റ് ചെയ്തിട്ട് നീനയോട് പറയും, ഇപ്പം പ്രശ്നം തീർന്നില്ലേ, ഇനി എന്നെ തെറ്റിദ്ധരിക്കരുത്, നല്ല കുട്ടിയായി ഇരിക്കണം, ഞാൻ പോയിട്ട് വരാമെന്നും പറഞ്ഞ് അവളുടെ തോളിലൊന്ന് തട്ടിയിട്ട് രാഹുൽ മുന്നോട്ടങ്ങ് നടക്കും. സോന നീനയുടെ അടുത്ത് വന്നിട്ട് ചോദിക്കും എന്ത് പറ്റിയെന്ന്. പുറത്തിറങ്ങുന്ന രാഹുലിന് നല്ല നിരാശ തോന്നുന്നുണ്ട് അത് ഡിലീറ്റ് ചെയ്തത് ഓർത്തിട്ട്. ഈ സമയം സോന രാഹുലിൻ്റെ അടുത്തേക്ക് വരും. രാഹുൽ എന്തിനാ ഇപ്പം റാമോഹൻ്റെ വീട്ടിലേക്ക് പോകുന്നത്? ആദ്യം ഒന്ന് പതറുമെങ്കിലും അവൻ പറയും, അത് പിന്നെ മമ്മ എൻ്റെ കുറച്ച് സാധനങ്ങൾ അവിടെ ഇരിപ്പുണ്ട്, ഒന്നും എടുക്കാതെ ആണല്ലോ ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. സോന പറയും, അതിന് റാമോഹൻ ഇപ്പോൾ ഹോസ്പിറ്റലിലല്ലേ, വീട്ടിലെ ഇഷ മാത്രമല്ലേ ഉള്ളൂ. രാഹുൽ പറയും, അല്ല 2 സെർവൻ്റ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. സോന പറയും, അത് സാധ്യത മാത്രമല്ലേ, ഇഷ മാത്രമാകാനുള്ള സാധ്യതയുണ്ട്. രാഹുൽ ചോദിക്കും, അതുകൊണ്ട് ഇപ്പം എന്താ മമ്മ? അതും നമ്മളുടെ പേരിലുള്ള സ്വത്തല്ലേ, എപ്പം വേണമെങ്കിലും നമുക്ക് അവിടെ ചെല്ലാം, തിരിച്ചു പോരാ. സോന പറയും, നമ്മളുടെ പേരിലുള്ള സ്വത്തല്ല, എൻ്റെ പേരിലുള്ള സ്വത്ത്, എൻ്റെ ബുദ്ധി കൊണ്ട് ഞാൻ കഷ്ടപ്പെട്ട് തിരിച്ചു പിടിച്ച സ്വത്ത്. അവിടെ ആര് താമസിക്കണമെന്നും ആ വളപ്പിനുള്ളിൽ ആര് കയറണമെന്നും ഞാൻ തീരുമാനിക്കും. അതിനുള്ളിൽ നായ കയറി നിരങ്ങുന്നത് എനിക്കിഷ്ടമല്ല. അവരുടെ ആ ഡയലോഗ് കേൾക്കുമ്പോൾ രാഹുലിന് നാണക്കേടും ദേഷ്യവും എല്ലാം കൂടിയാണ് വരുന്നത്. എന്താണേലും രാഹുൽ തന്നെ വരുത്തി വെച്ചതല്ലേ ഇത്. രാഹുലിനും നല്ലത് കിട്ടണം, അതുപോലെ സോനയ്ക്കും നല്ലത് കിട്ടണം. സ്വത്തുക്കളൊക്കെ ഇപ്പോൾ സോനാദേശയുടെ പേരിലാണെന്നാണ് പറയുന്നത്. പക്ഷേ ഇതുവരെ അവരുടെ ഭാഗത്തുനിന്ന് ഒരു ആക്ഷനും ഉണ്ടായിട്ടില്ല. മാത്രമല്ല കമ്പനി പോലും അവർ പോയിട്ടില്ല. ഇനി ഇഷ കമ്പനി ചെല്ലുമ്പോൾ മാത്രമേ സോനയൊക്കെ കമ്പനിയിലേക്ക് ചെല്ലത്തുള്ളായിരിക്കും. ഇന്നത്തെ എപ്പിസോഡിലും ചന്തു കൊണ്ടുപോയ മരുന്നിൻ്റെ റിസൾട്ടിനെ കുറിച്ചൊന്നും പറയുന്നില്ല. പിന്നെ ഗായത്രിക്കൊപ്പം ഓർമ്മയെല്ലാം നഷ്ടപ്പെട്ട ഒരു അവസ്ഥയാണിപ്പോൾ. അഭിയെ മാത്രമാണ് തിരിച്ചറിയുന്നത്. ഇനി അഭിയെ കാണാൻ ആ വീട്ടിൽ വന്നാലും അഭി വലുതായത് കാണുമ്പം ഗായത്രിക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റുമോ എന്നുള്ള കാര്യം സംശയമാണ്. ഗായത്രി ആ വീട്ടിൽ ചെല്ലുമ്പോൾ അഭിക്ക് അതുകൊണ്ട് നേട്ടം ഉണ്ടായ ഗായത്രി അവിടെ ചെന്നാൽ മതി. വെറുതെ പോയി ദേവുവിനെ സപ്പോർട്ട് ചെയ്യാനാണെങ്കിൽ ചെല്ലാതിരിക്കുന്നത് നല്ലത്. കുറച്ച് പിടിപാടുണ്ടെങ്കിൽ ആർക്കും എന്തും ചെയ്യാം എന്ന രീതിയിലാണ് കഥ മുന്നോട്ട് പോകുന്നത്. ദേവുവിനും വൈദ്യനും ഒക്കെയുള്ള ശിക്ഷ എത്രയും നേരത്തെ കിട്ടാവോ അത്രയും നേരത്തെ കിട്ടണം. അല്ലാതെ അവസാനത്തെ എപ്പിസോഡിൽ കൊണ്ടുപോയി ശിക്ഷ കൊടുക്കാനിരിക്കരുത്.